നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പ്രായഭേദമന്യേ എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ജോയിൻറ്റ് പെയിൻ, കൈകാലുകളിൽ ഉണ്ടാകുന്ന നീർക്കെട്ട്, തരിപ്പ് തുടങ്ങിയ പ്രശ്നങ്ങൾ. ഇത് നമ്മുടെ ജീവിത സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. സത്യത്തിൽ നമുക്ക് ടൈൽസിലൂടെ നടക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുക, അതുപോലെ തന്നെ കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോൾ കയ്യിലും കാലിലും നീർക്കെട്ട് വരിക തുടങ്ങിയതൊക്കെ. അപ്പോൾ ഇത് കുറയാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു സിമ്പിൾ റെമഡിയാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ 3 ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട്. തേന്, നാരങ്ങ, പിന്നെ ഇഞ്ചി. അപ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചിയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് നമ്മുടെ കൈകാലുകളിൽ നീർക്കെട്ടുണ്ടാകുന്നത് തടയാൻ സഹായിക്കും. അതുമാത്രമല്ല നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വേദനകൾ കുറയ്ക്കാനും സഹായിക്കും. അടുത്തിടെ നടന്ന ചില പഠനങ്ങൾ അത് തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇഞ്ചി ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ വേദനകളെ ഒന്ന് ട്രീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇഞ്ചി നല്ലതുപോലെ കഴുകിയിട്ട് ഇതുപോലെ സ്ലൈസസ് ആക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നിങ്ങൾ ഈ ഒരു ഡ്രിങ്ക്, ഇപ്പോൾ തയ്യാറാക്കുന്ന ഈ ഒരു ഡ്രിങ്ക് ഒരു ആഴ്ചയിൽ 2-3 തവണ ചായയ്ക്ക് പകരം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതേ സ്ലൈസസ് ആക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരച്ച് ചേർക്കൊന്നും ചെയ്യണ്ട കേട്ടോ. നമ്മൾ ശരിക്കും ഇങ്ങനെ പേസ്റ്റാക്കി ചേർക്കുന്നതും ഇതുപോലെ സ്ലൈസസ് ആക്കി ചേർക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതേ ഞാൻ അതിലേക്ക് ഒരു 1.25 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ഗ്ലാസ് ആയി റെഡ്യൂസ് ആവുന്നത് വരെ നമ്മളിത് തിളപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ എക്സ്ട്രാക്ട്സ് ഒക്കെ നല്ലതുപോലെ ഇറങ്ങി കിട്ടാനായിട്ട് കുറച്ചധികം സമയം തന്നെ തിളപ്പിക്കണം. ഇനി ഞാനിതിലേക്ക് ഒരല്പം ചായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ഒരു നിറം കിട്ടാൻ വേണ്ടി മാത്രമാണ്. പിന്നെ ഇഞ്ചിയുടെ ഒരു ഭയങ്കരമായിട്ടുള്ള സ്മെല്ലൊന്ന് മാറിക്കിട്ടാനും വേണ്ടിയാണ്. ഇത് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ചേർക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഈ ഒരു ഡ്രിങ്കിന് ചായക്ക് പ്രത്യേകിച്ച് ചായപ്പൊടിക്ക് ഒരു ഗുണവും തരാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കിയാൽ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിത് അരിച്ചൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചെറുനാരങ്ങയുടെ ഒരു ഹാഫ് പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ശരിക്കും നമ്മുടെ കൈകാലുകളിലെ വേദനകൾ മാത്രമല്ല കേട്ടോ, ഇതുകൊണ്ട് ഒട്ടേറെ ഗുണങ്ങളുണ്ട്. നമ്മുടെ സ്കിന്നിനൊക്കെ ഇത് വളരെ നല്ലതാണ്. പിന്നെ വയറിൽ ദഹനം കൃത്യമായിട്ട് നടക്കാനും സഹായിക്കും. ഇഞ്ചിയിൽ ധാരാളം നമ്മുടെ ഭക്ഷണം ദഹിപ്പിക്കുന്ന ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. ഇനി തേനും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു ടേസ്റ്റ് കിട്ടാനായിട്ട്. ഇഞ്ചിയുടെ ഭയങ്കരമായിട്ടുള്ള ഒരു ടേസ്റ്റാണ്. ഇഞ്ചിയുടെ ടേസ്റ്റ് പലർക്കും ഇഷ്ടമല്ല, പക്ഷെ അതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് കഴിക്കും. അപ്പോൾ ശരീരവേദനകളും അതുപോലെ തന്നെ കാൽമുട്ടിലും കൈമുട്ടിലും ഉണ്ടാകുന്ന വേദന, തരിപ്പ്, യൂറിക് ആസിഡ് മൂലം ഉണ്ടാകുന്ന വേദന, ഇതെല്ലാം കുറയ്ക്കാനായിട്ട് ഈ ഒരു ചായ കുടിക്കുന്നതിലൂടെ നമുക്ക് പറ്റും.